ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹയാസ് കിച്ചൺ. ഇന്നില്ലേ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിന്. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ശരിക്കും നിങ്ങൾ തേങ്ങാപ്പാലിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. സാദാപ്പാൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. 4.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി അതൊന്ന് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കണം. നല്ല ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ, നല്ലോണം തിക്കാണ്ട, എന്നാൽ അത്യാവശ്യം ഒരു ക്രീമി ആയിട്ട് മാറുകയും ചെയ്യണം. ആ ഒരു രീതിയിലാക്കിയെടുക്കുക. ഇത് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണേ. ഒരു 8 ടീസ്പൂണോളം പഞ്ചസാര ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഈ മധുരത്തിൻ്റെ എല്ലാം അളവ് അത് ഓരോരുത്തരുടെ രുചിക്കനുസരിച്ചിട്ടാണ്. എത്രയാണോ നമുക്കിഷ്ടം അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം അളവിലാണ് മധുരമെല്ലാം ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ മാറ്റം വരുത്താം കേട്ടോ. ഇനി നല്ലോണം ഇതുപോലെ ഒന്ന് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പ് പാൽ ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 1.25 കപ്പാണ് ചൂടാകാൻ വെച്ചിട്ടുള്ളത്. ബാക്കി 1/4 കപ്പിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അത് ഇളക്കിയെടുക്കുക. ഇനി പാലൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 4 ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡിൻ്റെ മിക്സും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക. അത് ഒഴിക്കുമ്പോൾ തന്നെ കുറച്ചൊന്ന് തിക്കായി വരും. അപ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. അതൊന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ നമ്മൾ വേണമെങ്കിൽ അന്നേരം കുറച്ച് തീ കൂട്ടി കൊടുക്കുക. ഇനി അത് ഈ ഒരു നല്ല തിക്കായിട്ട് വരണേ. നമുക്കിത് വയ്യ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി അതൊന്ന് തിക്കായി വന്നു കഴിഞ്ഞാൽ ആ ചൂടോടെ തന്നെ നമ്മൾ എന്താക്കണം, വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കുക. അതൊന്ന് സെറ്റാകാൻ വെക്കാനും വേണ്ടിയിട്ടാണ്. അതിൻ്റെ ചൂടൊന്ന് മാറിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണേ. എന്നാൽ ഇതുപോലെ നല്ല ക്യൂബ്സ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എത്രത്തോളം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക. ഇതുപോലെ ഒന്ന് പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കുക. ഇത് വേണ്ട, ഇത് നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ബൗൺസിയാണ്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റാണ് എന്നുള്ളത്. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് ആ തേങ്ങാപ്പാലിൻ്റെ ക്രീം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേർഡിൻ്റെ ക്യൂബ്സും കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. കുറച്ച് കസ്റ്റേർഡിൻ്റെ ക്യൂബ്സ് അവിടെ മാറ്റി വെക്കുന്നുണ്ട്, നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്. ഇനി ഇത് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ മേലയിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റർഡ് ക്യൂബ്സ് ഇട്ട് കുറച്ച് നട്ട്സ്, ഞാനിപ്പോൾ ബദാമാണ് എടുത്തിന്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ബദാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ എന്ത് വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പാർട്ടികളിലും സൽക്കാരത്തിനും ഒക്കെ വിളമ്പാൻ പറ്റിയിട്ടുള്ളൊരു കിടിലൻ ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.